അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം അവരുടെ ജനറൽ ബോഡി കൂടുന്നത് വരെ ഞങ്ങൾക്കിത് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അമ്മ എന്ന് പറയുന്ന സംഘടനയായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷന് വളരെയധികം നല്ല ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത്. കാരണം എടുത്തു പറയേണ്ടത് ഈ അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയായിട്ട് ചേർന്നിട്ടുള്ള ഒരു അമ്മ ഷോ ഞങ്ങൾ മനോരമ ചാനലിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു കടബാധ്യത പോലും തീർന്നത്. അപ്പം അത്രയും നല്ലൊരു റാപ്പോ ഞങ്ങൾക്കുള്ളിലുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എതിരഭിപ്രായമോ ഇപ്പോൾ ഇവനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ ഇത് വേറെ. കാരണം അത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ അമ്മ അസോസിയേഷനുള്ളൂ. അപ്പം ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവൻ പറ്റുള്ളൂ. ഈ വക നിസ്സാര കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നടന്നൊരു സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് തന്നെ വന്ന അടുത്തൊരു ഡിസ്കഷനാണ് ഈ ടാക്സിൻ്റെ പ്രോബ്ലം, ഡബിൾ ടാക്സ്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഏത് സാധനം വാങ്ങുമ്പോഴും ഒരു സംഭവം ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുവാണെങ്കിൽ അതിനൊരു ടാക്സ് ഉണ്ട്. അപ്പോൾ ആ ടാക്സ് കൂടെ GST കൂടെ അടച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ച്, സിനിമേനെ സംബന്ധിച്ചെന്ന് പറയുമ്പം ഡബിൾ ടാക്സേഷൻ വരുവാണ്. ഗവൺമെൻറ്റിൻ്റെ ഇടയിലുള്ള സർക്കാരിൻ്റെ ഇടയിലുള്ള അധിക നികുതി ചാർജും കൂടെ ഇതിനകത്ത് വരുന്നതുകൊണ്ടിട്ട് അത് പ്രേക്ഷകരിലേക്കാണ് അത് എത്തുന്നത്. അപ്പോൾ പ്രേക്ഷകരെന്താണെന്നത് അവിടെ ചൂസി ആവുകയാണ്. അപ്പം ഒരു ഹിറ്റാവുന്ന പടത്തെ മാത്രം കണ്ടുകൊണ്ടിട്ട് തിയേറ്ററിൽ വരാം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിനിമേനെ മുന്നിൽ കണ്ടുകൊണ്ടിട്ട് നിൽക്കുന്ന തിയേറ്ററുകളെല്ലാം പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഞാൻ ഒരു നിർമ്മാതാവായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയതിനു ശേഷമാണ് ഞാനൊരു തിയേറ്റർ നടത്തുന്ന ഒരാളായി മാറിയത്. അപ്പം ഞാൻ എനിക്ക് കേരളത്തിൽ 38-40 തിയേറ്ററുകൾ ഞാൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഓണർഷിപ്പിലല്ല, ഞാൻ ലീസിനെടുത്ത് നടത്തുന്നതാണ്. ഞാൻ ഈ നടത്തുന്ന തിയേറ്ററുകളെല്ലാം ഇതിൻ്റെ ഓണറുടെ കയ്യിൽ നിന്ന് ഞാൻ ലീസിന് വാങ്ങിയേക്കുന്ന തിയേറ്ററുകളാണ്. അപ്പം അവരത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത് അവർക്കത് നടത്താനായിട്ട് പറ്റുന്നില്ല, ലാഭകരമല്ലാത്തത് കൊണ്ടിട്ടാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാനതൊരു 100% സിനിമയോടുള്ള ഒരു പാഷൻ്റെയും കൂടെ പുറത്താണ് ഞാൻ സിനിമ തിയേറ്ററുകളിലൂടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് സിനിമ തിയേറ്ററുകാരുടെ അവസ്ഥ വളരെയധികം നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ 17-18 സ്ക്രീനുകളോളം കേരള സർക്കാരിൻ്റെയാണ്. കൈരളി ശ്രീ തിയേറ്ററുകൾ സർക്കാരിൻ്റെ തിയേറ്ററുകളാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഇപ്പോൾ ഒരു തിയേറ്റർ നടത്തുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ തിയേറ്റർ നടത്തുന്ന ഒരു സ്ഥലത്ത് സർക്കാരിൻ്റെ ഒരു തിയേറ്ററും നടത്തുമ്പോൾ, അവിടെ 2 തിയേറ്റർ നടത്തുമ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് വിളിക്കുന്നത് പടം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലായിട്ട് ബിസിനസ് ചെയ്യുന്ന എനിക്കോ അല്ല എന്നെ പോലെയുള്ള ആൾക്കോ പടം തരുമോ അതോ സർക്കാർ തിയേറ്ററിൽ ആദ്യം പ്രിഫറൻസ് കൊടുക്കുമോ? അപ്പം സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമുക്കൊരു ഭീഷണിയാണ്. കാരണം സർക്കാരും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും സർക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാരിനല്ലേ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിനിമയുടെ ഒരു നിർമ്മാണം, ഒരു അസോസിയേഷനിൽ ഞങ്ങളൊരു മാസത്തിൽ ഒരു മീറ്റിംഗ് വെച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ പുതിയതായിട്ട് വരുന്ന സിനിമകൾ എന്ന് പറയുന്നത് 10-30 സിനിമകളാണ്, പുതിയ സിനിമകൾ പ്രപ്പോസലായിട്ട് വരുന്നത്. അപ്പോൾ അത് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്, മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ആ സ്ഥിതിയിൽ ഇപ്പോൾ 5 സിനിമകൾ 4 സിനിമകൾ മാത്രമാണ് ഓരോ മാസവും ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. അതിൽ പോലും നമുക്കറിയാം, നമ്മളൊരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ, ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അട്രാക്ഷനുള്ള സിനിമകളെന്ന് പറയുന്നത് വിരളിൽ എണ്ണാൻ പോലും ഉള്ളതില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പോലും പറ്റുന്ന സിനിമകളില്ല. അപ്പോൾ അത്രയും ഒരു തരത്തിലേക്ക് സിനിമയുടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ, പുതിയ സിനിമകൾ ആരംഭിക്കുന്ന ആയിക്കോട്ടെ, എല്ലാം താന്നു പോകുന്ന സ്ഥിതിക്ക് നമ്മൾ അനവധി കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ സംയുക്ത മീറ്റിംഗ് നടത്തിയത്. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, ഫിയോക്ക് ഉണ്ടായിരുന്നു, ഫെഫ്കെ ഉണ്ടായിരുന്നു, ബാക്കി മറ്റ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം കൂടെ ഉള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രസ് മീറ്റുള്ള വിവരം ആക്ച്വലി എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊക്കെ അതിൽ നിന്ന് പോയി, എനിക്ക് വേറെ കാര്യങ്ങളുള്ളതുകൊണ്ടിട്ടും വേറെ പടങ്ങൾ ഷൂട്ട് നടക്കുന്നതുകൊണ്ടിട്ടും അതിൽ പങ്കെടുത്തിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ആൻഡോ ജോസഫ്, ഞങ്ങളുടെ പ്രസിഡൻറ്റ്, വേറെ ഒരു പടത്തിൻ്റെ, ഒരു വലിയ പടത്തിൻ്റെ കാര്യമായിട്ട് അതിൻ്റെ തിരക്കിലായതുകൊണ്ടിട്ട് അതിൻ്റെ ചുമതലയുള്ളത് വൈസ് പ്രസിഡൻറ്റുമാരാണ്. വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത്
നിർമ്മാതാവ് ജി സുരേഷ് കുമാറും സിയാദ് വോക്കറുമാണ് വൈസ് പ്രസിഡന്റുമാർ. അപ്പം അവരെല്ലാവരും ആ പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില എന്താ പറയുക അസ്വാരസ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഈവൻ ഉണ്ടായത്. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മെമ്പർ, ഇപ്പം എന്നേക്കാളും എൻ്റെ അസോസിയേഷനിൽ എന്നേക്കാളും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട മെമ്പറാണ് ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയും. അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷനിൽ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞു പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പിയുവിന് അറിയില്ല. അപ്പോൾ ഒരാളുടെ പടത്തിൻ്റെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന കാര്യം അസോസിയേഷനിൽപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളതാണ് മെയിനായിട്ട് ആന്റണി ചേട്ടനെ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്.